സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ. ആ പേര് മലയാളികൾക്ക് പരിചിതമാണ്. ഒരുപാട് ഷോകളിൽ അദ്ദേഹം ജഡ്ജായിട്ടും അതുപോലെ നല്ല പ്രശസ്തമായ സംഗീതവും ഒക്കെ നമുക്ക് തന്നിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ചാണ് നിജു രാജ് അബ്രഹാം എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു പ്രോഗ്രാം ഭാഗമായിട്ട് 38 ലക്ഷം 35 ലക്ഷം അങ്ങനെ പല സംഭവങ്ങൾ, എന്നാലും ഏകദേശം 30 ലക്ഷത്തിന് മേളിൽ പൈസ അദ്ദേഹവും ഷാൻ റഹ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് പറ്റിച്ചു എന്ന രീതിയിൽ വലിയൊരു അലിഗേഷൻസും അതോടൊപ്പം പോലീസ് കേസും FIR ഒക്കെ ആവുകയും അദ്ദേഹം വാർത്താ ചാനലുകൾക്ക് അഭിമുഖം കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് ഷാൻ റഹ്മാൻ അദ്ദേഹത്തിന്റെ ചാനൽ തുടങ്ങി. അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ചാനൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ നമ്മൾ ഇത് ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഷാൻ റഹ്മാൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നു. അദ്ദേഹം പറയുന്നത് 35 ലക്ഷം പോയിട്ട് ഒരു 10 ലക്ഷം ഞങ്ങൾക്ക് കൊടുക്കാനില്ല, പകരം 5 ലക്ഷം തന്നത് വരെ തിരിച്ചു കൊടുത്തെന്നുള്ള കാര്യങ്ങളാണ് ഷാൻ റഹ്മാൻ വീഡിയോയിലൂടെ ഇരുന്ന് പറയുന്നത്. ഭയങ്കര ഹരാസിംഗ് ആയിരുന്നു ഈ പറയുന്ന നിജു എന്ന് പറയുന്ന വ്യക്തി തങ്ങളെ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പൗർണമി ആ എക്സ്പ്ലനേഷൻ കേട്ടിരുന്നോ? രണ്ടുപേരുടെ ഭാഗവും കേട്ടിരുന്നു. ഇപ്പം ആദ്യം നിജു ഒരു പരാതി കൊണ്ട് കൊടുത്തു. അതിനുശേഷമാണ് ഷാൻ റഹ്മാൻ എക്സ്പ്ലനേഷനുമായിട്ട് വന്നത്. അതിനുശേഷം ചില യൂട്യൂബേഴ്സ് ഒക്കെ ഈ പറയുന്ന ഇവന്റിന്റെ ഓണർ നിജു അല്ലേ, നിജുവിനെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടി തന്നെ ആ ഓഡിയോ റെക്കോർഡ് ചെയ്യുകയും അത് റിവീൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നിജു എന്ന് പറയുന്ന ഒരാള് ഈ പറയപ്പെടുന്ന പോലെ യാതൊരു രീതിയിലും അറിയപ്പെടുന്ന ഒരാളായിരുന്നില്ല. അയാൾ ഒരു നോർമൽ ഒരു ഇവന്റ് പ്ലാനർ അല്ലെങ്കിൽ എല്ലാ ഇവന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളായിരുന്നു. ഷാൻ റഹ്മാൻ എന്ന് പറയുന്ന ആൾ അങ്ങനെയല്ല. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പരിചിതമാണ്. അത്യാവശ്യം റിയാലിറ്റി ഷോസിലൊക്കെ ജഡ്ജായിട്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ഗായകനാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇത്രയും പ്രമുഖനായിട്ട് നിൽക്കുന്ന ഒരാളോട് ഏറ്റുമുട്ടാൻ അധികം ആരും ധൈര്യപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു രീതി അനുസരിച്ച് ഈ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നല്ല ഫെയിം ഉള്ള ഒരാളുടെ പക്ഷം തന്നെ ആയിരിക്കും ഈ പറയുന്ന നിയമവും സംവിധാനവും എല്ലാം ഉണ്ടാവുക. ആദ്യഘട്ടത്തിലെങ്കിലും അങ്ങനെ ആയിരിക്കും ആ ഒരു കാര്യങ്ങളുടെ പോക്ക്. പക്ഷെ ഇവിടെ ഇത് സംബന്ധിച്ചിടത്തോളം ഈ പുള്ളിക്കാരൻ ആദ്യം തൊട്ടേ വന്ന് പറയുന്നുണ്ട്. ഞാൻ കുറേ അവരോട് നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു, ഈ പറയുന്ന ഷാൻ റഹ്മാന്റെ വൈഫിനോടക്കം സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ ടോൺ, അവർ യാതൊരു രീതിയിലും എൻ്റെ പൈസ എനിക്ക് തിരിച്ചു തരില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ പരാതി കൊടുത്തത്. അപ്പം ഒരു അടിസ്ഥാനവും ഇല്ലെങ്കിൽ അങ്ങനെ പരാതി എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ പരാതി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ആള് ഈ നിജു എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം, ഇപ്പൊ നമ്മളാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നേരെ പറഞ്ഞ ഉടനെ FIR ഇടുക അല്ല. നമ്മൾ കാര്യങ്ങൾ ആദ്യം ഗൗരവമായിട്ട് ഏത് ഉദ്യോഗസ്ഥനാണോ ആ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറയും. ആ പറയുന്ന കാര്യങ്ങളിൽ അവർക്കും ശരിയെന്ന് തോന്നുമ്പോഴാണ് അതിനെ FIR ഇടുന്നതും കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുക. ഈ പറയുന്നതിൽ കൂടുതൽ എന്തൊക്കെ തെളിവുകളാണ് അല്ലെങ്കിൽ ഇതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നു. അപ്പം സ്വയം എന്തായാലും ഒരു സാധാരണക്കാരൻ പോയി സ്വന്തം കുഴി തോണ്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഷാൻ റഹ്മാന്റെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ സന്ദേശത്തിന് അല്ലെങ്കിൽ വീഡിയോ എക്സ്പ്ലനേഷന് പിന്നാലെ തന്നെ ഈ പറയുന്ന നിജുവിൻ്റെ ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ഏകദേശം 39 ലക്ഷത്തിലധികം രൂപ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെയാണ് ഈ ഷോയ്ക്കുള്ള ചിലവ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ടുപേരുടെയും ഇത് കേട്ടതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണോ ഷാൻ പറയുന്നത് അത് തന്നെയാണ് നിജുവും പറയുന്നത്. പക്ഷേ ഷാൻ പറയുമ്പോൾ അത് നിജുവിനെ ചാരി പറയുന്നു, നിജു പറയുമ്പം ഷാനിനെ ചാരി പറയുന്നു. അതായത് ഈ പ്രോഫിറ്റിന്റെ കാര്യം അല്ലെങ്കിൽ ഇത്രയും സ്പോൺസേഴ്സിനെ പിടിച്ചു തരാം, ഇത്ര പെർസെൻറ്റേജ് ഞങ്ങൾക്ക് തരണം. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിനകത്ത് പെർസെൻറ്റേജിന്റെ ഒരു 10% അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ പറയുന്ന കാര്യങ്ങൾ എഗ്രിമെന്റ് വേണം എന്ന് നിജു ആദ്യം പറഞ്ഞു. പക്ഷേ ഇവരെ സമ്മതിച്ചില്ല എന്ന് നിജു പറയുമ്പോൾ ഷാൻ പറയുന്നത് എഗ്രിമെന്റ് വേണം എന്ന് ഇവർ പറഞ്ഞു, നിജു സമ്മതിച്ചില്ല, അതിനെപ്പറ്റി യാതൊരുവിധ അനക്കോ ഇല്ലായിരുന്നു എന്നാണ്. പിന്നെയും അത് കറങ്ങിത്തിരിഞ്ഞ് ഈ ഒരു ഷാന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശാരിക ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതാണ് സത്യം ഏതാണ് കള്ളം എന്ന് തിരിച്ചറിയാൻ കുറച്ച് പാടുപെടും. അതെന്തായാലും അന്വേഷണമായിട്ട് മുന്നോട്ട് പോയാലേ അറിയുള്ളൂ. എങ്കിൽ പോലും നിജു ഒരു സാധാരണക്കാരനായതുകൊണ്ടും ഒരു ഇവന്റ് ഇപ്പം ഈ പറയുന്ന അറോറ എന്നുള്ള പേര് ഇടണം എന്ന് പറഞ്ഞത് പോലും നിജു ആണെന്നാണ് ഷാൻ പറയുന്നത്. അതെ, കാരണം ഉയരെ എന്നുള്ള ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് ഇവരുടെ ഒരു കോൺസേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവർ ദുബായിലാണെന്നാണ് ഷാൻ റഹ്മാൻ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത്. അവരുടെ ഒരു ബേബി ആയിട്ടാണ് അവരെ കണക്കാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്, ഉയരെ എന്ന പ്രോഗ്രാം. അതിനുശേഷം അവരത് സ്വന്തം നാട്ടിലേക്ക് ചെയ്ത് അത് വമ്പൻ സക്സസ് ആയിരുന്നു. ദുബായിൽ നടത്തിയ ഷോ, ആ കോൺസേർട്ട്. ദെൻ അവർ സ്വന്തം നാടാകുമ്പോൾ തീർച്ചയായിട്ടും കൊച്ചിയാണ് ഇന്ന് എല്ലാത്തിനും എന്റർടൈൻമെന്റ് ഹബ് എന്ന് പറയുന്നത് കൊച്ചിയാണ്. സോ കൊച്ചിയിലേക്ക് അവർ പ്രോഗ്രാം നടത്താൻ ആലോചിക്കുന്നു. അതിനവർ കുറേ ഇവന്റ് മാനേജേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൽ ഒരാളായിരുന്നു ഈ പറയുന്ന അറോറയല്ല, വേറൊരു കമ്പനിയാണ് അവർ ആദ്യം കോൺടാക്ട് ചെയ്ത ഒരു കമ്പനിയാണ് അവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ അവരതിൽ നിന്ന് പിന്മാറുന്നു. കാരണം 25 lakhs ചിലവ് വരുന്ന ഒരു കോൺസേർട്ടാണ് അത്. ഇത് സംഭവം എല്ലാം സെറ്റപ്പ് ചെയ്യാൻ അത്ര ഒരു എമൗണ്ട് വരും. അപ്പോൾ അത് അവർ പിന്മാറുന്നു, എന്തോ ഒരു ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് അവർ പിന്മാറുന്നു. അങ്ങനെയാണ് നിജു രാജ് എന്ന് പറഞ്ഞ വ്യക്തി ഇവരെ സമീപിക്കുന്നത്. അദ്ദേഹം അങ്ങോട്ട് ചെല്ലുകയായിരുന്നാണ് ഷാനിന്റെ വാദം. 25 lakhs ഇദ്ദേഹം മുടക്കാം, പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നത് 80% കമ്മീഷൻ
തനിക്ക് തരണം. 70% കമ്മീഷൻ നിജു രാജുവിന്റെ കമ്പനിക്ക് കൊടുക്കണം, ബാക്കി 30% പ്രോഫിറ്റിന്റെ 30% ഷാനിന് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നു. ഇവർ പ്രൊമോഷൻ പരിപാടികളൊക്കെ ആരംഭിക്കുന്നു. പക്ഷേ ഷാൻ ഈ പറയപ്പെടുന്ന ഷാൻ പറയുന്നത് നിജു പൈസ മുടക്കുന്നില്ല. അങ്ങനെ പിന്നെയും ഇവർ നിജുവിനെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ നിജു പറയുന്നത് ഒരു കാര്യം, നിജുവിനെ കോൺടാക്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല, 25 എന്നുള്ളത് 35 lakhs ആക്കി ചെയ്യാൻ പറ്റുമോ എന്നാണ് ഷാൻ ചോദിച്ചത്. കാരണം ചിലവ് കൂടുന്നു, തങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ എക്സ്പെൻസ് കൂടുന്നു എന്ന് പറയുന്നു. അപ്പോഴവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഈ പറയപ്പെടുന്ന നിജു രാജു ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഷാനിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ എക്സ്പെൻസ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ എന്തൊക്കെയോ ഒരു ക്ലബിങ്ങിന്റെ ഒരു പ്രശ്നം വരുന്ന അദ്ദേഹത്തിന്റെ പറച്ചിൽ തന്നെയാണ് നമുക്കത് കേൾക്കുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ആ വാർത്തയുടെ ക്ലിപ്പിന്റെ ഇടയ്ക്ക് കൊടുക്കാൻ നമ്മുടെ ഒരു ചർച്ചയുടെ ബാഹുല്യം കൊണ്ട് നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അറിയാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് 25 lakhs സമ്മതിക്കുന്നു, പക്ഷേ പിന്നീട് ഞങ്ങളുടെ ഭാഗത്ത് പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നു. അപ്പോൾ നമ്മൾ നിജുവിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിജു പറയുന്നത് 35 lakhs എന്തായാലും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യാം, പെർസെൻറ്റേജ് വേണമെങ്കിൽ മാറ്റാം, ഈ പറഞ്ഞ 25 lakhs തന്നെ 70-30 എന്നുള്ളത് 60-40 എന്നാക്കാമെന്ന് പറഞ്ഞു. 60% നിജുവിനും 40% ഈ പറഞ്ഞ ഷാനും. അവിടെ എന്തൊക്കെയോ സാമ്പത്തികമായിട്ടുള്ള ഇടപാടിന്റെ ഒരു സംശയം നമുക്ക് തോന്നുന്നു. അവിടെ അതിന്റെ ഒരു ഈഗോ ക്ലാഷ് ആയിരിക്കണം മേ ബി അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അപ്പോഴും പറയുന്നത് പിന്നെയും നിജു ഉഴപ്പുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ഇവന്റ് മാനേജർ, അയാളുടെ ജോബ് എന്ന് പറയുന്നത് ഇവന്റ് ഏറ്റവും ഭംഗിയെ നടത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഷാൻ റഹ്മാൻ, അയാൾക്കും അറിയാം നിജു ഒരു പൊട്ടനല്ല, അയാൾക്കും അറിയാം അയാൾ പ്രശസ്തനായ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഈ ഷോ ഇതിന് മുമ്പ് ദുബായിൽ ഒരു വട്ടം നടത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് അയാൾക്ക് ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോഗ്രാം എന്ന് ചിന്തിക്കും. സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്ലാനിങ്സ് എല്ലാം ചെയ്യേണ്ട ആൾക്കാർ ഇവന്റ് മാനേജേഴ്സ് അല്ലേ. പിന്നെ എങ്ങനെയാണ് ഷാൻ ഇതിൽ പൈസ മുടക്കുന്നതെന്ന് നമുക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല. അത് ഷാൻ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഷാൻ എനിക്കൊന്നും അങ്ങ് വെട്ടി കാടടച്ചങ്ങിരുന്നോണ്ട് സംസാരിക്കാൻ. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ 25 ലക്ഷം എന്ന് പറഞ്ഞു, അത് 35 ലക്ഷം ആക്കാമോ എന്ന് ചോദിച്ചു. അതായത് 25 ലക്ഷത്തിന്റെ സ്പോൺസേഴ്സ് അല്ലേ ഒരു വഴിയല്ലേ വേറൊരു വഴി, 25 ലക്ഷം അവിടെ ചെന്നിട്ടുണ്ട്. പിന്നെ ഇതിന് പുറമെയാണ് ഈ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിച്ച 39 ലക്ഷം. അതായത് ഈ നിജു പറയുന്ന അവിടെയാണ് നമുക്ക് എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നത്. അല്ല, അപ്പോഴും ഷാൻ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ലെന്നാ ഇപ്പൊ ഷാൻ പറയുന്നത്. 5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ പറയുന്ന 35 ലക്ഷം രൂപയ്ക്കും നിജു സമ്മതിച്ചില്ല. ഇങ്ങനെ ഒരു സംഭവം ആയി കഴിഞ്ഞ് പിന്നെയും ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ, പിന്നെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് അതായത് നേരത്തെ നിജു പറയുന്നത് ഇതേവരെ ഒരു എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്ത് തന്നിട്ടില്ല. പക്ഷെ ഷാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തത്രേ. അതായത് നിജുവിനോട് ചോദിച്ചിട്ട് നിജു കൊടുത്തില്ല. അതിൽ നിജു അല്ലല്ലോ എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ശരി, രണ്ടു കൂട്ടരും കൂടെ, ഇപ്പൊ ഞാനും ഇയാളൊരു എൻറ്റിറ്റി ആണെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ ആലോചിച്ച് ഒരു എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യാം. അതാണ് ഒരു മാന്യത എന്ന് പറയുന്നത്. ഇത് രണ്ടും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഷാനിന്റെ വാദം, ഷാൻ പറയുന്നത് ഞങ്ങളൊരു എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്ത് നിജുവിന് അയച്ചു കൊടുത്തു, തൊട്ടടുത്ത ദിവസം തന്നെ 5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. അത് മാത്രമാണ് നിജു ചെയ്തിട്ടുള്ളതെന്നാണ് ഷാൻ പറയുന്നത്. അതായത് ലിക്വിഡ് മണി ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 5 ലക്ഷം രൂപ മാത്രമാണ്. ഈ കാര്യം പറയുമ്പോഴും ഇവിടെ ഒരു അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് അക്കൗണ്ടാണോ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ടിലൂടെ തന്നെ എല്ലാ ട്രാൻസാക്ഷൻസും നടക്കണമെന്നുള്ളൊരു വശം കൂടിയുണ്ട്. പക്ഷെ ഇതിന് അങ്ങനെയല്ല നടന്നെന്നുള്ളൊരു കാര്യം കൂടെ നിജു പറയുന്നുണ്ട്. അതായത് GST അങ്ങനെയുള്ള എല്ലാ നിയമവശങ്ങളും അല്ലെങ്കിൽ നിയമത്തിനനുസൃതമായിട്ടുള്ള എല്ലാ ടാക്സും കാര്യങ്ങളും എല്ലാം അടയ്ക്കണമല്ലോ, ഇത്രയും വലിയൊരു ഷോ നടത്തുന്നതല്ലേ. അപ്പൊ പല രീതിയിലുള്ള, അത് ഒരു അക്കൗണ്ടിൽ നിന്നല്ല, പല അക്കൗണ്ടുകളിൽ നിന്നാണ്. ഇപ്പൊ ഈ ബുക്ക് മൈ ഷോ ടിക്കറ്റ്സ് എല്ലാം പോയിട്ട് വന്ന ആ എമൗണ്ട് എല്ലാം വന്നത് ഒരു അക്കൗണ്ടിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നിജു ഇട്ട് കൊടുത്ത പൈസ, അല്ലെങ്കിൽ ഈ അല്ലാതെ സ്പോൺസേഴ്സിന്റെ വക കിട്ടുന്ന പൈസ വേറെ. അതായത് റെമ്യൂണറേഷൻ എല്ലാം ഇവർക്ക് കൊടുക്കണമല്ലോ. ഇപ്പം നിജു പറയുന്നതും ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിജു തന്നെ കുറച്ച് തെളിവുകൾ എന്റെ കയ്യിലുണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ചില രേഖകൾ കാണിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഈ 39 ലക്ഷം രൂപ ഈ ബുക്ക് മൈ ഷോ ടിക്കറ്റ്സിലൂടെ തന്നെ കിട്ടി, തൻ്റെ കാശൂടെ ഉണ്ട് അതിനകത്ത്. അപ്പം ഇവർക്ക് ഈ പറയുന്ന പോലെ ശാരിക ഇപ്പം 39 ലക്ഷത്തിലധികം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം 25 ലക്ഷത്തിലധികം അല്ലെങ്കിൽ 25 ലക്ഷം സ്പോൺസർഷിപ്പിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇവന്റ് മാനേജറായ ആൾക്ക് അയാൾ പറയുന്നുണ്ട് തൻ്റെ റെമ്യൂണറേഷനോ തൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്കോ ഉള്ളത് താൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷേ വെൻഡേഴ്സിനുള്ളത് കൊടുക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് പോലും കിട്ടിയിട്ടില്ല. അവിടെയും ഷാൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഈ പ്രോഗ്രാം ഒരു ലോസ് ആയിരുന്നു എന്ന്. അത് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അത്ര ലോസ് ആയിട്ടുള്ള പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഒരു 40 ലക്ഷം രൂപ അടുപ്പിച്ച് കിട്ടുന്നത്? അത് ടിക്കറ്റ്സ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് പോയെന്നുമാണ് പറഞ്ഞത്. അതെ. അപ്പോ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു, സംതിങ് ഫിഷി. ആ പറയച്ചിലൊക്കെ എന്തൊക്കെയോ ഒരു അവിശ്വാസ്യത എവിടേക്കോ നമുക്ക് കേൾക്കുന്ന പ്രേക്ഷകന് തോന്നും. എന്ത് തന്നെ ആയാലും ഈ പറയുന്ന നഷ്ടം ഈ പറയപ്പെട്ടിരിക്കുന്ന നിജു എന്ന് പറയുന്ന വ്യക്തിക്കാണ്. കാരണം അതിൽ ഷാൻ റഹ്മാന്റെ വായിന്ന് വീണിട്ടുണ്ട്. തന്റെ ഭാര്യയെ വിളിച്ച് നിജു ഭീഷണിയായിരുന്നു. ഞാനൊന്ന് ചോദിക്കണം, ആണായ ഒരു മനുഷ്യൻ, ഒരു ഓൺട്രപ്രണർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ആളുടെ ഭാര്യയെ വിളിച്ച്, പ്രത്യേകിച്ചും പ്രശസ്ത സംവിധായകനായിട്ടുള്ള ഷാൻ റഹ്മാന്റെ വൈഫിനെ വിളിച്ചുകൊണ്ട് കരയുവാണത്രേ, കരഞ്ഞു മെഴുകുവാണ്, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ്. അയാൾക്ക് തലയ്ക്കല്ല കുഴപ്പമുണ്ടോ? അതായത് അത്രയും ലോസിൽ ബേബി അയാൾ നിൽക്കുമായിരിക്കും. ഈ പറയപ്പെടുന്ന ഒരു പക്ഷേ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ പണയപ്പെടുത്തിയിട്ടായിരിക്കും ഈ ഷോ അദ്ദേഹം നടത്തിയിട്ടുണ്ടാവുക. അതിൽ നിന്ന് 1 രൂപ പോലും തിരിച്ച് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിന് ചോദിച്ച മറുപടി ആയിട്ടാണ് വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്.
അറിയുന്നത്, ഒരു പട്ടിക്ക് പോലും അറോറ എന്റർടൈൻമെന്റ്സ് അറിയില്ല എന്ന് പറയുന്നത്. അപ്പോഴും അതിനും ഷാൻ റഹ്മാൻ അവിടെ മറുപടി ഉണ്ട്. അത് ഒരു 5 മിനിറ്റുള്ള വോയിസ് ക്ലിപ്പ് ആയിരുന്നു. അതിന് ചെറിയ ചെറിയ ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സുകളായിട്ടാണ് നിങ്ങളിത് കേട്ടിരിക്കുന്നത്. അയാൾ ചോദിച്ചു ഇവരുടെ ഈ പറയുന്ന സംഭവത്തെ ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചതിനാണ്, ഇവരുടെ എന്റർടൈൻമെന്റ്, ഇവരുടെ ആ ഒരു കമ്പനി ആർക്കെങ്കിലും അറിയാമോ എന്ന് നിജു ചോദിച്ചതിന് മറുപടിയായിട്ടാണ് ഈ ഷാൻ ചോദിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഷാൻ ഒരിക്കലും നിജുവിനെ വിളിച്ച് കരഞ്ഞിട്ടില്ലല്ലോ, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലല്ലോ. എൻ്റെ ഷോ ലോസ് ആണ്, അതുകൊണ്ട് നിജു എനിക്ക് പൈസ തരണം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ കുറെ അത് ഷാൻ എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഈ ഷോ ലോസ് ആയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്ന ആൾ നിജു മാത്രമാണ്. അതുകൊണ്ടാണ് അയാൾ സധൈര്യം FIR ഇടുകയും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയും മ്യൂസിക് ഡയറക്ടർ ആണ് അല്ലെങ്കിൽ മ്യൂസീഷ്യൻ ആണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമല്ല, ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇത് കൊടുത്തപ്പോൾ അനങ്ങിയില്ല ഷാൻ, സാറ്റലൈറ്റ് മാധ്യമങ്ങൾ. കാരണം അദ്ദേഹം പ്രശസ്തമായ ഒരു സീരിയൽ ഇപ്പോഴും മ്യൂസിക് ഷോയുടെ ഡയറക്ടറായിട്ട് ജഡ്ജായിട്ടിരിക്കുന്ന മനുഷ്യനാണ്. ശരത് സാറിന്റെ കൂടെ ജഡ്ജായിട്ടിരിക്കുന്ന ഒരാളാണ്. ആ ഷോയുടെ പേര് ഞാൻ പറയുന്നില്ല, അമൃത ടിവിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പേര് പോകുന്നത് ഷാന്റെ ആണെന്ന് അറിഞ്ഞിട്ടാണ് സാറ്റലൈറ്റ് ചാനലിലേക്ക് വന്നിട്ടുണ്ട് ഷാൻ മറുപടിയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറെ ദിവസങ്ങളായി അല്ലെ കുറെ ആഴ്ചകളായി മാനസികമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി യാതൊരുവിധ വീഡിയോ ഇനി ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? അതെ. അപ്പൊ എന്തായാലും നമുക്ക്, അതായത് ഈ പൈസ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും വേണം, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ മ്യൂസിക്, സംഗീതം എന്ന് പറയുന്ന ഒരു സത്യമുള്ള കലയാണ്. അത് ഇപ്പോൾ ഷോ ബിസിനസ് ആണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത്, നമ്മളത് അംഗീകരിക്കുന്നു. പക്ഷേ അതിന് ഇത്രയും വലിയൊരു തുക കാര്യത്തിൽ ഒരു പറ്റിപ്പീര് നടന്നിട്ടുണ്ടെങ്കിൽ ഷാനും ഈ പറയുമ്പോൾ നിജുവായിട്ട് നിയമത്തിന്റെ മുമ്പിൽ അല്ലാതെ തന്നെ നിങ്ങളൊരു മനസാക്ഷിയുടെ പുറത്ത് പരസ്പരം ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കുക. കാരണം ഇപ്പോൾ പറ്റിക്കാം, പക്ഷേ ഫ്യൂച്ചർ ഉള്ളത് ഈ പറയപ്പെടുന്ന ഷാൻ റഹ്മാൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേര് പോയി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന കലയിലുള്ള സ്ഥാനം എക്കാലം ഒരുപോലെയല്ല. പല ഒരുപാട് ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് തീരെ മ്യൂസിക് ഇല്ലാത്തൊരു കാലത്തിലേക്ക് പോകേണ്ടി വരുമായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ കലയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നീതി പുലർത്തുക, നമ്മൾ ഒരാളെയും പറ്റിച്ച് ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക. അത് വലിയവനായാലും ചെറിയവനായാലും. അപ്പോൾ ഷാന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ, പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ച് ന്യായങ്ങൾ ചെയ്യട്ടെ. എങ്കിലും മനസാക്ഷിക്ക് നിൽക്കാത്ത കാര്യങ്ങൾ ഷാൻ റഹ്മാൻ ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.